അടുത്ത അവതാരം വന്നിട്ടുണ്ട്. ആര്? ആ തങ്കച്ചി. വാ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? സുഖാണോ? നിങ്ങളെപ്പോലുള്ളവരുടെ കുത്തിത്തിരിപ്പ് കാരണം സമാധാനക്കേടോടെ പോകുന്നു. എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഡാഡിയെ കാണാനാണോ? സാധാരണ ഞാൻ ഇവിടെ വരുന്നത് ജയശങ്കറിനെ കാണാനാ. പക്ഷേ ഇന്നത്തെ വരവിന്റെ ഉദ്ദേശം ഡാഡിയല്ല, മകളാണ്. കണ്ടൊരു അനുശോചനം പറയണം, സഹായം വാഗ്ദാനം ചെയ്യണം. അതിനാ വന്നത്. അനുശോചനോ? എന്തിന്? അമ്മയുടെ ഗതിയന് മോക്കും വന്നല്ലോ, അതിന്. നിന്റെ അച്ഛൻ ചതിച്ചതാണല്ലോ നിന്റെ അമ്മ. അത് തന്നെയല്ലേ ഇപ്പോഴും ആവർത്തിക്കുന്നത്. കാലം മാറുമ്പോ കഥാപാത്രങ്ങളും മാറും. നിന്റെ ഡാഡിക്ക് പകരം നിരഞ്ജൻ, അമ്മയ്ക്ക് പകരം നീ. അദ്ദേഹം എന്നെ ചതിക്കുന്നുണ്ടെന്ന് തങ്കച്ചിയുടെ അടുത്ത് ആരാ പറഞ്ഞേ? ഒരിക്കലും അദ്ദേഹം എന്നെ വഞ്ചിക്കില്ല. മാലിനി, അവള് പിന്നെ ആരാ? അത് കോളേജ് മേറ്റാ, ഒരുമിച്ച് പഠിച്ചിരുന്നവരാ. രണ്ടുപേരും ഡോക്ടേഴ്സ് ആവുമ്പോ അവർക്കിടയിൽ പതിവിലും കവിഞ്ഞൊരടുപ്പം ഉണ്ടാവും. ആ അടുപ്പം കിടക്കപ്പായവരെ എത്തിയോന്ന് അറിയാനാ ഞാൻ വന്നത്. ദേ, തോന്നിയാസം പറഞ്ഞോണ്ടല്ലോ, അടിച്ച് നിങ്ങളുടെ മുഖം ഞാൻ പൊളിക്കും. എന്നോട് കാണിക്കുന്ന ഈ ഉശിര് നീ നിന്റെ ഭർത്താവിനോട് കാണിക്കടി. അതല്ലേടി തന്റെ ആയിട്ടുള്ള ഒരു പെണ്ണ് ചെയ്യേണ്ടത്. എന്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ നോക്കിക്കോളാം. അതിനാരുടെ ഉപദേശം എനിക്ക് വേണ്ട. എടി, ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാ. ചോര കുടിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറ. നിങ്ങളെപ്പോലൊരു സ്ത്രീയുടെ സഹായം എനിക്ക് വേണ്ട. നിങ്ങളുടെ സഹായം കിട്ടാതെ പോയതുകൊണ്ട് എനിക്ക് എന്ത് നഷ്ടം വന്നാലും ഞാനത് സഹിക്കും. അദ്ദേഹത്തെ എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കറിയില്ലല്ലോ. ശരിയാണ്, മാലിനി എന്നൊരു നിഴലുണ്ട് ഞങ്ങൾക്കിടയിലിപ്പോ. അത് ഞാൻ മാറ്റിക്കോളാം. അതിലെനിക്ക് നിങ്ങളുടെ ഉപദേശം വേണ്ട. എരുതിയിൽ എണ്ണ ഒഴിച്ച് ജീവിതങ്ങളെ ചുട്ടെടുക്കുമ്പോ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത്ര തന്നെ അനുഭവിക്കാൻ ഞാൻ അവസരം തരില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ നല്ലത്. നീ അനുഭവിക്കും. അനുഭവിച്ചോളാം. അപ്പോഴും നിങ്ങളുടെ വീട്ടു പഠിക്കൽ വരില്ല ഒരു തരി സഹായം ചോദിച്ചിട്ട്. നന്നായി മോളെ, അവരോട് ഇങ്ങനെ തന്നെയാ പറയണ്ടേ. അന്ന് എല്ലാം പറഞ്ഞു പിരിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. ഓ, താനൊരു ഫ്രോഡാണല്ലേ? എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? അയ്യോ അയ്യോ അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തിരക്കായിപ്പോ സാറേ. എൻ്റെ അമ്മ മരണാസന്നയായി ആശുപത്രി കിടക്കുക. ഏത് നിമിഷവും എന്തു സംഭവിക്കാം. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. കാശിന് വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക ഞാൻ. സത്യം പറഞ്ഞാൽ സാറിനെ വിളിച്ചതും കാശിന് വേണ്ടി തന്നെ. ഇനിയും കാശോ? തരാനുള്ളതൊക്കെ ഞാൻ തന്നു കഴിഞ്ഞല്ലോ. ദേവിയെ താർക്കാന്നുള്ളതാണല്ലോ നമ്മൾ തമ്മിലുള്ള കരാറ്. അതിന് സാറിനെ ഞാൻ സഹായിക്കും. എന്തായാലും പരിപാടി നടന്നു കഴിയുമ്പോൾ സാർ എനിക്ക് കുറച്ചുകൂടെ കാശ് തരും. അതിപ്പം തന്നാ നന്നായിരുന്നു. വേറൊന്നിനും വേണ്ടിയല്ല സാറേ, ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടിയാ. അവസാനം നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരുമോ? ഒരിക്കലും ഇല്ല. ഞാനൊരു പാവാ സാറേ, അതുകൊണ്ടല്ലേ സാറിൻ്റെ കൂടെ നിൽക്കുന്നത്. ദേവിക ആ ബില്ലിൽ ഒപ്പിട്ടില്ലെങ്കിലേ ലക്ഷങ്ങളാ സാറിന് നഷ്ടം വരാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ദേവിക എൻ്റെയും കൂടി ശത്രുവാണ്. അതുകൊണ്ടാ ഞാൻ സാറിൻ്റെ കൂടെ നിൽക്കുന്നത്. ഒന്നാമത് ഞാൻ കാണിക്കാൻ തന്തയില്ലാത്തവരല്ലേ. സ്വന്തം കുടുംബത്തിലെ ഒരാളല്ലേ അന്യന്റെ കൂടെ ഞാൻ ചതിക്കുന്നത്. അതിന് കാശ് എത്ര കിട്ടിയാലും മതിയാവില്ല. തനിക്കിപ്പോ എത്ര വേണം? എത്ര തന്നാലും തികയില്ല. അതുപോലൊരു അവസ്ഥയല്ല ഞാനിപ്പോ. സാറ് മനസ്സറിഞ്ഞ് തന്നാ മതി. ഇത് വെച്ചോ. നമ്മൾ തമ്മിലെ പലതും പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നടക്കണം. അല്ലെങ്കിലേ അമ്മ കിടക്കുന്ന ബെഡിന്റെ അടുത്ത് നീയും എത്തും, ശവമായിട്ട്. അതൊന്നും വേണ്ടി വരില്ല സാറേ. നമ്മുടെ ഓപ്പറേഷൻ നടന്നിരിക്കും.
തലവേദന ഡോക്ടറെ. അതങ്ങോട്ട് മാറുന്നില്ല. നോക്കാം. നോക്കൊന്നും വേണ്ട. തലയിലല്ല കുഴപ്പം, മനസ്സിനാ. എങ്കി സൈക്കോളജിസ്റ്റിനെ കാണാം. എന്റെ ഉള്ളിൽ കുറേ സംശയങ്ങളുണ്ട് ഡോക്ടറെ. അതിനുത്തരം കിട്ടിയ എന്റെ അസുഖം താനേ മാറും. ഉത്തരം സൈക്കോളജിസ്റ്റിന് തരാൻ പറ്റില്ല, മാലിന്യ ഡോക്ടറിനെ തരാൻ പറ്റും. നിങ്ങളുടെ വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനെ എന്തെങ്കിലും കെണിയും കൊണ്ടായിരിക്കും വരുന്നതെന്ന്. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? പ്രധാനമായിട്ടും അറിയേണ്ടത് ഡോക്ടർ നിരഞ്ജനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതൊരു സാധാരണ ബന്ധമല്ലെന്ന് എനിക്കറിയാം. എന്താ ഡോക്ടറിന്റെ ഉദ്ദേശം? നിരഞ്ജൻ ഡോക്ടറിന്റെ കൂടെ ജീവിക്കാനാണോ? തങ്കച്ചിയുടെ അഭിപ്രായം എന്താ? ഞാൻ ജീവിക്കണോ? വേണം. നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെയല്ലേ ജീവിക്കേണ്ടത്. അപ്പോ അക്ഷരയോ? അവളോട് പോവാൻ പറ. നിരഞ്ജൻ ഉപേക്ഷിച്ചാലും അവള് വഴിയാതാരാവാനൊന്നും പോകുന്നില്ല. ഇന്ന് രാത്രി നിരഞ്ജൻ ഇറങ്ങിപ്പോയാ നാളെ രാവിലെ അവക്ക് പുതിയ ഭർത്താവ് വരും. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. അവളുടെ കുട്ടിയുണ്ടല്ലോ, ആ ശ്രുതി, അവള് നിരഞ്ജന്റെ മോളല്ല. ആ, പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എനിക്ക് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. പറയാനും ഒന്നും ഞാൻ വ്യക്തമാക്കാം. നിരഞ്ജനും ഞാനും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ആരും കരുതുന്ന പോലൊരു ബന്ധമല്ല. അതിപ്പോ എങ്ങനെ നിങ്ങളോട് വിശദീകരിക്കണമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കൂടെയുണ്ട്. ഞാൻ കൂടെയില്ല. ആഗ്രഹിച്ചത് വിട്ടുകളയരുത്, അത് ബുദ്ധിയല്ല. ഞാനിപ്പോ ആഗ്രഹിക്കുന്നതേ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോണോന്നാ. മോളെ, ഡോക്ടർ അല്ലെങ്കിൽ മാഡം, അങ്ങനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം. അതായത് എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങളെപ്പോലൊരു പരദൂഷണ കീടം എന്താ പറയാൻ പോകുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സമയം മെനക്കെടുത്തത് ഇറങ്ങി പോവാൻ നോക്ക്.